മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിയാണെങ്കിൽ അമ്മയെ കാണാനായിട്ട് രഹസ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓണക്കോടിയായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശിയും പ്രതാപനും അടുക്കളയിലേക്ക് കയറി വരുന്നു. നീ കുറേ നേരമായിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാ, മാത്രമല്ല നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം മോഹിനിയമ്മ പതറി നിൽക്കുന്നുണ്ട്. മോഹിനിയമ്മ പറയുന്നുണ്ട്, ഞാൻ ആരോട് സംസാരിച്ചുകൊണ്ട് നിന്നില്ല, അത് അമ്മയ്ക്ക് തോന്നിയതാകും, അതൊന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയെ പിടിച്ച് മാറ്റുമ്പോഴത്തേക്കും മഹാലക്ഷ്മി തറപ്പിച്ച് മുത്തശ്ശിയെ തന്നെ നോക്കുന്നുണ്ട്. പിടിക്കപ്പെടുമെന്ന് രണ്ടുപേരും കരുതിയെങ്കിലും മഹാലക്ഷ്മി പ്രേതത്തെ പോലെ നോക്കിയപ്പോഴത്തേക്കും മുത്തശ്ശി ശരിക്കും പറഞ്ഞാൽ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ വെച്ച് മഹാലക്ഷ്മിയെ കണ്ട് പേടിച്ച് ആ ഭയം വിട്ടുമാറിയിട്ടില്ലായിരുന്നല്ലോ. മഹാലക്ഷ്മിയെ കണ്ടതും അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. അതേസമയം തിരിഞ്ഞു നിൽക്കുന്ന ആ സമയം നോക്കി തന്നെ മഹാലക്ഷ്മിയാണെങ്കിൽ അപ്പുറത്തെ ഒരു റൂമിലേക്ക് മാറുന്നുണ്ട്. അതിനുശേഷം മോഹിനിയമ്മ ഒരല്പം ധൈര്യമൊക്കെ സംഭരിച്ച് നാടകം കളിക്കാൻ റെഡി ആകുന്നുണ്ട്. അമ്മ എന്താ ഇങ്ങനെ അലറി വിളിക്കുന്നേ, ആരെ കണ്ടു എന്നാ? പ്രേതത്തെ കണ്ടു, നീ ഇവിടെ ആരെയും കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ മോഹിനിയമ്മ പറയുന്നുണ്ട്, ഞാൻ ആരെയും കണ്ടില്ല, അമ്മ ആരെ കണ്ടേ? അന്നേരം പ്രതാപം ചോദിക്കുന്നുണ്ട്, അമ്മ എന്തു കണ്ടത്? ഞാൻ അവളെ കണ്ടടാ, ആ പ്രേതത്തെ കണ്ട്. അവളുടെ മോളെയെ കണ്ടേന്നുള്ള കാര്യം ഞാൻ എങ്ങനെ അവളോട് പറയും? തൽക്കാലം പറയണ്ട, അമ്മ എന്തെങ്കിലും പറഞ്ഞു പോര് എന്ന് പറയുന്നു. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയോട് ചോദിക്കുന്നുണ്ട്, മോഹിനി നീ ഇവിടെ ആരെങ്കിലും കണ്ടിരുന്നോ? ഞാൻ ആരെ കാണാനാ, ഞാൻ ആരെയും കണ്ടിരുന്നില്ല, അമ്മയ്ക്ക് ഇനി എന്നെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കയറി നോക്കിക്കോളാൻ പറയുമ്പോഴത്തേക്കും മഹാലക്ഷ്മി ആകെ അങ്ങ് ടെൻഷനാകുന്നു. മോഹിനിയമ്മയ്ക്ക് അറിയാം എന്തായാലും ഈ പേടിയുള്ള മുത്തശ്ശിയും പ്രതാപനും ഇവിടെയൊന്നും കയറി സെർച്ച് ചെയ്യാൻ നോക്കത്തില്ലെന്ന്. എടാ പ്രതാപ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം, കാരണം നിൻ്റെ ഭാര്യയുടെ മേത്താണ് മഹാലക്ഷ്മിയുടെ ആത്മാവ് കൂടിയെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ മോഹിനിയെ തറപ്പിച്ച് നോക്കുന്നതും മോഹിനി ഒരു മഹാലക്ഷ്മിയെ പോലെ തോന്നിക്കുന്നു. പെട്ടെന്ന് തന്നെ അവർ രണ്ടാളും അവിടുന്ന് പോകുന്നു. എന്നിട്ട് മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, എടാ പ്രതാപ, മരിച്ചവൾ നിൻ്റെ ഭാര്യയുടെ മേത്തും കാണാൻ കയറിയേക്കുന്നതെന്നുണ്ടെങ്കിൽ മരിച്ചവളായിരിക്കില്ല നമ്മുടെ കൊങ്ങായിക്ക് ഞെക്കാൻ പോകുന്നത്, ജീവിച്ചിരിക്കുന്ന നിൻ്റെ ഭാര്യ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നു, ചുമ്മാ അമ്മ ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കാതമ്മ, നമ്മളിനി എന്ത് ചെയ്യും? പേടിപ്പിക്കുമല്ല പ്രതാപ, നടക്കാൻ പോകുന്ന കാര്യം പറയുന്നതെന്ന് പറയുന്നു. എന്നാൽ അതേസമയം ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കരുണയും ഉണ്ണിയും കൂടെ പ്രതാപൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കാരണം രണ്ടാൾക്കും ഇത്തവണത്തെ ഓണം പ്രതാപനും മുത്തശ്ശിക്കും ഒപ്പമാണ്. മുന്നേ തന്നെ പ്രതാപനും മുത്തശ്ശിയും നടന്ന കാര്യങ്ങൾ, അതായത് മോഹിനി രാത്രി ആരോടോ സംസാരിക്കുന്നത് പോലെ തോന്നി, ഞങ്ങൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ മഹാലക്ഷ്മിയുടെ രൂപം അവളുടെ പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു, ഇനി അവളുടെ ദേഹത്തും കാണാൻ മഹാലക്ഷ്മിയുടെ ആത്മാവ് കയറി കൂടിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അറിവുള്ളത് കൊണ്ട് തന്നെ കരുണ അന്തിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ മോഹിനിയമ്മയെ. മോഹിനിയമ്മ അന്നേരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ലമ്മ, ഇന്ന് അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി നിന്ന് പോയതാ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കരുണ വിഷയം മാറ്റുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വന്ന് എല്ലാവർക്കും സദ്യ കൊടുക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് മോഹിനിയമ്മ. എല്ലാവർക്കും സദ്യ വിളമ്പുന്ന സമയത്ത് പ്രതാപനാണെങ്കിൽ മുത്തശ്ശി പറഞ്ഞ കാര്യത്തെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതായത് മഹാലക്ഷ്മിയുടെ ആത്മാവ് മോഹിനിയുടെ ദേഹത്ത് കയറി കൂടിയിട്ടുണ്ടോ എന്നുള്ള പേടിയുണ്ട് പ്രതാപന്. അങ്ങനെ സദ്യയൊക്കെ വിളമ്പിക്കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതാപൻ മോഹിനിയെ തന്നെ നോക്കുന്ന സമയത്താണെങ്കിൽ മോഹിനിയുടെ സ്ഥാനത്ത് മഹാലക്ഷ്മി തന്നെ തറച്ചു നോക്കിയിരിക്കുന്നത് പോലെ തോന്നുന്നു. രണ്ട് കൈയും കൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു, എന്ത് പറ്റിയുടെ പ്രതാപ? അപ്പം കരുണയും ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എന്ത് പറ്റി? മോഹിനി അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല കരുണ പേടിക്കുകയും ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മഹാലക്ഷ്മിയുടെ ആത്മാവിനെക്കുറിച്ചൊന്നും പ്രതാപൻ പറയുന്നില്ല. ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഞാനങ്ങ് പേടിച്ചു പോയി, എനിക്കിപ്പോഴും ആ പേടി വിട്ടു മാറിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മോഹിനിയമ്മയ്ക്ക് ഉള്ളിൽ സന്തോഷമാകുന്നു. തൻ്റെ മകളെക്കുറിച്ച് ഓർത്താണ് എല്ലാവരും ഭയന്ന് വിറച്ചിരിക്കുന്നത്, ആർക്കും ഒരു സന്തോഷവും ഇല്ലെന്നുള്ള കാര്യമൊക്കെ മോഹിനിയമ്മയ്ക്ക് മനസ്സിലായി. അതിനേക്കാളും സന്തോഷമാകുന്നു മോഹിനിയമ്മയ്ക്ക്. എന്തായാലും എൻ്റെ മോളെ കൊന്ന് എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ, കുറച്ച് സമാധാനക്കേട് എന്താണെന്ന് അനുഭവിക്കട്ടെ അമ്മയും മോനും എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കണ്ണനും മാർക്കോയും അനന്തുവും മഹാലക്ഷ്മിയും കൂടെ നിന്ന് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ മാർക്കോയോട് കണ്ണൻ പറയുന്നുണ്ട്, ഇത്തവണത്തെ ഓണം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഇവിടെ കെങ്കേയമായിട്ട് ആഘോഷിക്കാമെന്നാണ് തോമസ് വൈദ്യർ പറഞ്ഞിരിക്കുന്നത്, താനും ഞങ്ങളോടൊപ്പം കൂടണമെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഓണത്തിന് എന്നെയും പ്രതീക്ഷിച്ചു ഒരാൾ കാത്തിരിപ്പുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് മഹാലക്ഷ്മി അത് ആരാണെന്ന് ചോദിക്കുന്നു. എന്നാൽ മാർക്കോ ആരാണെന്നുള്ള കാര്യമൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. മാർക്കോ വ്യക്തമാക്കി പറയാത്തത് കൊണ്ട് തന്നെ തോമസ് വൈദ്യരോട് കണ്ണനും മഹാലക്ഷ്മിയും വിവരം തിരക്കുന്നു. മാർക്കോ ഒരു അനാഥനാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്, ആരോ ഒരാൾ തന്നെ കാത്തിരിപ്പുണ്ട്
അയാളോടൊപ്പമാണ് തൻ്റെ ഓണമെന്ന് പറയുന്നു. ആരാണതെന്ന് തിരക്കുന്ന സമയത്ത് തോമസ് വൈദ്യർ പറയുന്നുണ്ട്, എല്ലാ കൊല്ലവും ഓണത്തിന് അവൻ ഒരാളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, ആരാണെന്നും തന്നോടും പറഞ്ഞിട്ടില്ല. അതേസമയം ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഉണ്ണിയും കരുണയും കൂടി വീട്ടിലേക്ക് പോകുന്നു, അതായത് കമലേശ്വരം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കരുണ പെട്ടെന്ന് ഉണ്ണിയോട് പറയുന്നുണ്ട്, വണ്ടി ഒന്ന് നിർത്തിയിട്ട് കരുണ മാത്രമേ കാണുന്നുള്ളൂ. ഓപ്പോസിറ്റ് കാറിൽ മഹാലക്ഷ്മിയുടെ ആത്മാവ് ഇങ്ങനെ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നു. പക്ഷെ ഉണ്ണി അത് കാണുന്നുമില്ല. കരുണ വല്ലാണ്ട് പേടിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മിയാണോ അല്ലയോ എന്ന് വ്യക്തമാകുന്നില്ല. കാരണം എല്ലാവരും മഹാലക്ഷ്മിയെ കണ്ട് പേടിക്കുന്നു. മഹാലക്ഷ്മിയുടെ വിചാരം മാത്രമേ എല്ലാവരുടെയും മനസ്സിലും ഉള്ളൂ. അതുകൊണ്ട് തോന്നിക്കുന്നതുമാകാം. എന്തായാലും കരുണയും വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പ്രതാപൻ, ദുഷ്ടനായിട്ടുള്ള ആ പ്രതാപൻ്റെ ക്രൂരത കാരണമായിരിക്കും മാർക്കോ ഒരു അനാഥനെ പോലെ ജീവിക്കേണ്ടി വന്നത്. കാരണം പണത്തിനും സ്വർണത്തിനും പ്രതാപത്തിനും വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ തൻ്റെ വഴിയിൽ തടസ്സമായി നിന്നിട്ടുള്ളവരെയൊക്കെ കൊന്നു തള്ളിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അതിലാരെങ്കിലും ഒരാളായിരിക്കാം ചിലപ്പോൾ മാർക്കോയുടെ അച്ഛനും. എന്തായാലും മാർക്കോയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ടെന്നുള്ള കാര്യം അതുറപ്പാണ്. മഹാലക്ഷ്മി ഒരു പാവപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവളെയും ഇങ്ങനെ ദ്രോഹിക്കുന്ന കണ്ടിട്ട് സഹി കെട്ടിട്ടാണ് മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ട് പല നാടകങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത് നമ്മുടെ മാർക്കോ. അതെല്ലാം മാർക്കോയ്ക്ക് പ്രതാപനോടുള്ള ദേഷ്യം കൂടി തീർക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. എന്തായാലും ആ ഒരു വൈരാഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അധികം താമസിക്കാതെ തന്നെ വ്യക്തമാകും. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.